ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ചിപ്പൂസ് വ്ളോഗ് ആൻഡ് ഇറ്റ്സ് മീ ചിപ്പു ഹിയർ. പുതിയൊരു വീഡിയോയിലേക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിതമോളുണ്ട്, നിച്ചുണ്ട് കൂടെ. ഓക്കെ, നമ്മൾ ഭയങ്കര പ്ലാനിങ് ആയിരുന്നു രാവിലെ തൊട്ടിട്ട്. സൺഡേ നമ്മൾ ഉഷാറാക്കും, പുതിയ വീഡിയോ ഒന്നും നടന്നില്ല. അവസാനം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ തമ്മിൽ കണ്ട പോലെ തന്നെ വാട്ട് ഈസ് ഇൻ മൈ ജിം ബാഗ് ആണ് കാണിക്കാൻ പോകുന്നത്. അതിനുള്ളിൽ കുറേ സാധനങ്ങളൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ, പക്ഷേ ഉള്ള സാധനം കുറച്ച് വലുതായതുകൊണ്ട് ബാഗ് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. വാട്ട് ഈസ് ഇൻ മൈ ബാഗ് മാത്രമല്ല, ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ള പോലും എടുത്തിട്ട് അപ്പോൾ പോയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ ടിപ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും കൂടിയാണ് ഈ വീഡിയോയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുറന്നാലോ. അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ജാക്കറ്റ്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന ജാക്കറ്റ് സംഭവം ഒന്നുമല്ല. നമ്മൾ ജിമ്മിൽ പോകുമ്പോൾ, ഞാൻ ലേഡീസ് ഓൺലി ജിമ്മിലാണ് പോകുന്നത്. ഈവൻ ദോ നമുക്ക് അവിടെ നമ്മുടേതായിട്ടുള്ള പ്രൈവസിയും കാര്യങ്ങളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇടുക. അപ്പോൾ നമ്മൾ പുറത്ത് പോകുമ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇതിടും. ഇത് മേലെ ഇട്ടിട്ടാണ് പിന്നെ അവിടെ കഴിഞ്ഞ് ഇത് ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ജാക്കറ്റ്, ഫസ്റ്റ് വൺ ജാക്കറ്റാണ്. ഓക്കെ, പിന്നെ ബാഗിലുള്ള സാധനം തന്നെ എല്ലാവരും ബാഗിലുണ്ടാവുന്നില്ല. ഓക്കെ, പിന്നെ ബാഗിലുള്ള കാര്യം ഞാൻ കാണിച്ചത് കറണ്ട് ഇല്ല. ഓക്കെ, അടുത്ത സാധനം ഇമ്പോർട്ടൻ്റ് ആയ സാധനം തന്നെയാണ് ഷൂ. ഏതെങ്കിലും സ്നീക്കേഴ്സ് അല്ലെങ്കിൽ സ്പോർട്സ് ഷൂ നിങ്ങൾ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇന്നൊരു കുട്ടി അവിടെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ജിമ്മിൽ. അപ്പോൾ ആ കുട്ടി ഷൂവും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ട്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ജോഗിങ് ചെയ്യുന്ന സമയത്തും ഫ്ലോർ എക്സസൈസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ എന്താ പറയുക, ഇങ്ങനത്തെ സ്നീക്കേഴ്സിൽ അത് ഭയങ്കര അധികം യൂസ്ഫുൾ ആണ്. നമുക്ക് ചെയ്യാനൊരു ബൗൺസി എഫക്ട്സ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് യൂസ് ചെയ്യണം, ഭയങ്കര നല്ലതാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ട്രെഡ്മില്ലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കാല് ബെയർ ഫുട്ടൊക്കെ ആണെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഷൂ യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ എന്ത് വെച്ചാൽ ഇതിൽ സോക്സ് ഉണ്ടാവും. ഞാൻ സോക്സ് ഇതിനുള്ളിൽ വെക്കുക, എന്നിട്ട് ഞാൻ ബാഗിൽ വെക്കുക. അപ്പോൾ അവിടെ എത്തുമ്പോൾ സെപ്പറേറ്റ് തരേണ്ട ആവശ്യമില്ല. ഇതിനുള്ളിൽ നമ്മൾ അവിടെ തന്നെ ആൻഡ് സെപ്പറേറ്റ് ഷൂ ജിമ്മിനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. പുറത്തെടുക്കുന്ന ഷൂ നമ്മൾ എടുത്തിട്ട് ജിമ്മിനായിട്ട് ഇടാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്ത് എല്ലായിടത്തും പോകുന്നതാണ്. ജിമ്മ് നമ്മൾ അത്യാവശ്യം ക്ലീൻ ആൻഡ് നീറ്റായിട്ട് കീപ്പ് ചെയ്യാൻ നോക്കുക. ആൻഡ് പ്രത്യേകിച്ച് നമ്മൾ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഈ ജിമ്മിന് പോകുമ്പോൾ ജിമ്മിനായിട്ട് നമ്മളൊരു ഷൂ മാറ്റി വെക്കുക. ഓക്കെ, നമുക്ക് പല തരത്തിലുള്ള സ്നീക്കേഴ്സ് കിട്ടും. ഈ ലേസ് ഇല്ലാത്തതും കിട്ടും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഷൂ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഞാൻ കാണിക്കാം. അപ്പോൾ ബിഗിനേഴ്സാണ് ജിമ്മിൽ പോകുന്നതെങ്കിൽ നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആവട്ടെ വീഡിയോ. നിങ്ങൾക്ക് എന്തൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ടർക്കി നിങ്ങൾ ചിലപ്പോൾ ഇത് നേരത്തെ തുടക്കം മാത്രമാണ്, പക്ഷേ അല്ല, നമ്മൾ ജിമ്മിൽ പല എക്യുപ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അവിടെ എന്തായാലും ടർക്കി യൂസ് ചെയ്യുക. ഈവൻ സൈക്ലിംഗ് ആയിക്കോട്ടെ, എന്ത് എക്യുപ്മെൻറ്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന ആയിക്കോട്ടെ, ലെക്ട്രസ് ആയിക്കോട്ടെ, എന്ത് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മേലെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ടർക്കി ഇടണം. എന്നിട്ട് വേണം നമ്മൾ അതിൻ്റെ മേലെ ഇരിക്കാൻ. ഓക്കെ, ഫ്ലോർ എക്സസൈസ് ചെയ്യുമ്പോൾ കുറേ മാറ്റുണ്ടാവും. എല്ലാവരും മാറ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ ഈ ടവൽ ഇട്ടിട്ട് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും സ്വെറ്റ് ചെയ്തിട്ടോ ഇരിക്കും, എല്ലാവരും നല്ല വേർത്തിട്ടോ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ എല്ലാ മെഷീൻസും അവർ ഇരിക്കുമ്പോൾ അവർ പുറത്തായിക്കോട്ടെ, ചെസ്റ്റ് ബാക്കിൽ സൈഡ് ആയിക്കോട്ടെ, ഇപ്പോൾ ചെസ്റ്റിലാക്കിയിട്ടുള്ള ബൈസെപ്സിന് ചെയ്യണമായിക്കോട്ടെ, നമുക്കൊക്കെ നമ്മൾ വേർത്തിട്ടായിരിക്കുന്നുണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത്. ഓക്കെ, നമ്മളെ കൊണ്ട് ബാക്കിയുള്ളവർക്കും ബുദ്ധിമുട്ടുണ്ടാവരുത്. അത് നമ്മൾ നോക്കണം. പിന്നെ നമ്മുടെ കാര്യം നമ്മൾ നോക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ടർക്കിക്ക് അത്യാവശ്യം വലിയ ടർക്കിനാണ് എടുക്കാൻ നോക്കുക. സോ ദാറ്റ് ബെഞ്ചുമേലൊക്കെ നമുക്ക് വിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വലിയ ടർക്കി നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞു പ്രത്യേകിച്ച് കുറേ സാധനങ്ങൾ വാരി വെച്ച് നമ്മൾ കൊണ്ടുപോകില്ല. അതാണ് മെയിൻ കാര്യം. പിന്നെയാണ് വാട്ടർ ബോട്ടിൽ. എല്ലാവരും ഒരു കുപ്പി നമ്മൾ എടുത്ത് വെക്കണം. ആൻഡ് വലിയ കുപ്പി എടുക്കാൻ ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. കാരണം ജിമ്മിൽ പോയിട്ട് നമ്മൾ 1 മണിക്കൂറൊക്കെ 1.5 മണിക്കൂറൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കുപ്പിയിൽ കൊണ്ടുപോകുക. അത് കുടിച്ച് കഴിഞ്ഞാൽ വേറെ നടക്കില്ല. അത് വലിയ കുപ്പി എടുത്തിട്ട് ഞാൻ കൊണ്ടുപോകുന്നത് ഞാൻ യോജിക്കുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ചെറിയ കുപ്പി എടുത്തത്. ഇത് ചെറുതൊന്നുമല്ല, അത്യാവശ്യം അല്പമുണ്ട്, എന്നാലും എനിക്ക് പാകത്തെ കുപ്പിയാണിത്. അപ്പോൾ ഞാൻ ഇതാണ് കൊണ്ടുപോകാറ്. അതാണ്. ആൻഡ് പിന്നെ ഉള്ളത് ഇതിലെന്താ സൈഡിൽ മാസ്ക് ഉണ്ട്. കറണ്ട് വന്നു. ഓക്കെ, ആൻഡ് പിന്നെ ഉള്ളത് ഇതാണ് ബണ്ണ്. എപ്പോഴും നമ്മൾ ഹെയർ ടൈ ചെയ്തിട്ട് വെക്കാൻ നോക്കുക. ഞാൻ ടിപ്സ് പറഞ്ഞല്ലോ. അപ്പോൾ ഇതായിരുന്നു ലാസ്റ്റ് ആയിട്ട്. വേറെ ഒന്നുമില്ല, ഒരു ബാഗ് ഉണ്ട് വേറൊന്നുമില്ല കൊണ്ടുപോകാൻ. ആൻഡ് ടിപ്സ് ഒക്കെ നമ്മൾ എപ്പോഴും മുടി ടൈ ചെയ്തിട്ട് ജിമ്മിൽ പോകാൻ നോക്കുക. അത് നമുക്ക് ചെയ്യുമ്പോൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്ത് ചെയ്യുമ്പോഴായിക്കോട്ടെ, നമ്മുടെ ഹെയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇതായി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ജിമ്മിൽ പോകുന്ന ആൾക്കാർ ഫസ്റ്റിൽ നമ്മൾ ടൈ ചെയ്യും. അപ്പോൾ ഞാനിത് എക്സ്ട്രാ ബണ്ണ് വെക്കുന്നതിന് അതിനാണ്. നമ്മൾ മുടി എന്തെങ്കിലും ഇതായി കഴിഞ്ഞാൽ അത് ടൈ ചെയ്ത് കെട്ടാൻ വേണ്ടി നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോൾ ഭയങ്കര ഫ്രീ ആയിട്ട് എക്സസൈസ് ചെയ്യണം. അതിനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് ഈ ബണ്ണൊക്കെ വെക്കുന്നത്. പിന്നെ പറയാനുള്ളത്, നമ്മൾ കയറി വന്ന പാടെ നമ്മൾ ആദ്യം വാമപ്പ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ മാക്സിമം വാമപ്പ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് കാർഡിയോ അല്ലെങ്കിൽ നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുക. എല്ലാ ജിമ്മിലും ഞാൻ തന്നെ ആയിരിക്കും തോന്നുന്നു. ഓരോ ദിവസം ഓരോ ഇതിനായിരിക്കും. ചെസ്റ്റ്, ബൈസെപ്സ്, ട്രൈപ്സ്, അല്ലെങ്കിൽ ഒരു ദിവസം ലെഗിനായിരിക്കാം, അല്ലെങ്കിൽ വേറെ ദിവസം ബാക്കിനായിരിക്കാം. അങ്ങനെ ഓരോ ദിവസം ഓരോന്നിനായിരിക്കും ഉണ്ടാവുക. രണ്ടാളും കിളി പോയ പോലെ ഇരിക്കുക. ഓക്കെ, നിങ്ങൾ ഭാവിയിൽ ജിമ്മിന് പോവോ? എന്താ ജിമ്മിന് ജിമ്മിനോട് നല്ലതാണ്.
തടിക്കണ മെലിയണമെന്നല്ല കേട്ടോ ജിമ്മിന് പോകുന്നത് ഹെൽത്തി അടിക്കാൻ. ആരാണ് പോയത് ഇതിൻ്റെ കൂടെ? എൻ്റെ അമ്മ. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ തടിക്കാനാണോ മെലിയാനാണോ നല്ല ജിമ്മിന് പോണത്? ഹെൽത്തി ആയിട്ട് ഇരിക്കാനാണ്, അല്ലെങ്കിൽ നമ്മളെ ഫിസിക്ക് അടിപൊളിയാക്കാനും അതുപോലെ തന്നെ സ്ട്രോങ് ആയിരിക്കാനും പവർ വരാനാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. മനസ്സിലായത്? എന്തുകൊണ്ട് ജിമ്മിന് പോണില്ല എന്ന് പറയാൻ കാരണം ഞാൻ ചെയ്യുന്നല്ലോ. ഓക്കെ, മാർഷൽ ആർട്സ് വേറെ, ജിമ്മൊക്കെ വേറെ കേട്ടോ. രണ്ടും എല്ലാ മാർഷൽ ആർട്സും വേറെയാണ്, അതുപോലെ തന്നെ ജിമ്മിൻ്റെ കാര്യങ്ങളൊക്കെ വേറെയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി കളർ ചെയ്യുന്നുണ്ട്, കൂടെ ജിമ്മും ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് വേറെ ബെനിഫിറ്റ്സ് ഉണ്ട്. കളർ ചെയ്യുന്നതിന് വേറെ ബെനിഫിറ്റ്സ്. വേറെ കാര്യം, ഇപ്പോൾ വാമിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് പറയാനുള്ളത് വാമിൻ്റെ കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നീട് ചെയ്യുമ്പോൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം? സ്ട്രെച്ച് ചെയ്യുക. ഇപ്പോൾ ലെഗൊക്കെ ആണെങ്കിൽ നിങ്ങൾ എന്തായാലും ലെഗിന് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം ജിമ്മിൽ നിന്ന് വരാൻ വേണ്ടിയിട്ട്. ഈവൻ ബൈസെപ്സ് എടുക്കുകയാണെങ്കിലും ബാക്ക് എടുക്കുകയാണെങ്കിലും നമ്മൾ എന്തായാലും നന്നായി സ്ട്രെച്ച് ചെയ്ത് കിടന്ന് ബോഡി ഫുള്ള് സ്ട്രെച്ച് ചെയ്തിട്ട് വേണം നിങ്ങൾ വരാൻ. അല്ലെങ്കിൽ പിറ്റേ ദിവസം നല്ല പണി കിട്ടും, നല്ല മേലും കൈ വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ തന്നെ ഫസ്റ്റ് ദിവസം ചെയ്തിട്ട് നമ്മൾ ആം റെസ്ലിംഗിൻ്റെ പ്രാക്ടീസ് കൂടി ഉണ്ടാവും. അപ്പോൾ അതുകൂടി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ സ്ട്രെച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് പെയിൻ എടുക്കും. അപ്പോൾ നിങ്ങൾ ജിമ്മിന് പോകുന്ന ആൾക്കാരാണെങ്കിൽ എന്താണ് സ്ട്രെച്ച് ചെയ്യാൻ നോക്കുക ജിമ്മ് കഴിഞ്ഞിട്ട്. ഓക്കെ, എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ചുരിദാറും കാര്യങ്ങളും ഇട്ടിട്ട് ആരും ജിമ്മിൽ പോവില്ല. മാക്സിമം കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ നോക്കുക, അതുപോലെ തന്നെ ടൈറ്റർ ഇടാൻ നോക്കുക. ഉള്ളിൽ ഇതുപോലത്തെ ടൈറ്റർ, ഈവൻ പാൻറ് ആയിക്കോട്ടെ ഷോർട്ട്സ് ആയിക്കോട്ടെ അപ്പർ ആയിക്കോട്ടെ, നിങ്ങൾ ടൈറ്റർ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രെങ്ത്തിൽ നമുക്ക് ചെയ്യാനുള്ളൊരു ഇത് വരും. അതുപോലെ തന്നെ ഇന്നർ വെയർ ആയിക്കോട്ടെ സ്പോർട്സിൻ്റെ തന്നെ ഇടാൻ നോക്കുക. സോ ദാറ്റ് നമുക്ക് ബൗൺസിനെസ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യുമ്പോഴായിക്കോട്ടെ, അതുപോലെ തന്നെ കാർഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്തായിക്കോട്ടെ, നമ്മൾ ഉള്ളിലുള്ള ഇന്നർ വെയർ സ്പോർട്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് നന്നായി ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കംഫർട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ എനിക്കും ഒബ്വിയസ്ലി മടി ഉണ്ടാവാറുണ്ട് ജിമ്മിന് പോകാൻ. കാരണം രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. നിങ്ങൾക്ക് ഏതാ ബെറ്റർ ടൈം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കുറേയൊക്കെ സയൻറ്റിഫിക്കലി ഈവനിങ് ആണ് ബെറ്റർ എന്ന് പറയും. പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു ടൈം നോക്കുമ്പോൾ എനിക്ക് മോർണിംഗ് ആണ് പോസിബിൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ മോർണിംഗിൽ പോകുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഈവനിങ്ങേ പോകുള്ളൂ. രാവിലെ പോകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഭയങ്കര നമുക്ക് അങ്ങോട്ട് ഡ്രസ്സൊക്കെ മാറ്റി പോകാൻ ഭയങ്കര അധികം മടിയുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ എൻ്റെ വീട് കാണാൻ ആൾക്കാരെ ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള ടിപ്പാണ് എന്താ വെച്ചാൽ ഞാനിപ്പോൾ ചെയ്യാറെന്താ വെച്ചാൽ പിറ്റേ ദിവസം പോകുമ്പോൾ ഇടാനുള്ള ഡ്രസ്സ് ഞാൻ എൻ്റെ വിൻഡോയുടെ മേലെ വെക്കും. സോ ദാറ്റ് എനിക്ക് എണീറ്റ് കഴിഞ്ഞാൽ വേഗം ഡ്രസ്സ് മാറ്റി പോകാം. ആ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും, നമുക്ക് മൈൻഡ് മാറില്ല. മനസ്സിലായോ? അപ്പോൾ തലേ ദിവസം തന്നെ നിങ്ങൾ പിറ്റേ ദിവസം പോകാനുള്ള ജേഴ്സി ആയിക്കോട്ടെ, ഔട്ടർ ആയിക്കോട്ടെ, ഇല്ല ഇന്നർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ടൈറ്റർ ആയിക്കോട്ടെ, നമ്മൾ വെക്കുക. ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാം. നമുക്ക് എണീക്കുക, ഫ്രഷപ്പ് ആവുക, ഡ്രസ്സ് മാറ്റി പോവാം. ഓക്കെ, നമ്മൾ രാവിലെ എണീറ്റ് ഇതൊക്കെ തപ്പി അപ്പോൾ തന്നെ കുറേ ലേറ്റായി. അപ്പോൾ നമുക്ക് തന്നെ ആകെ ഒരു എന്താ പറയുക നെഗറ്റീവ് അടിക്കും. അപ്പോൾ നിങ്ങൾ ഇന്ന് പോകണ്ട എന്ന് തോന്നും. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? തലേ ദിവസം തന്നെ ഇതൊക്കെ എടുത്ത് വെക്കുക. അപ്പോൾ അത് സ്കൂളിൽ ടൈം ടേബിളൊക്കെ എടുത്തേക്കൂലേ, അതേപോലെ തന്നെ നമ്മൾ ആ റഷ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഇനി വേറൊരു കാര്യം പറയുന്നത്, എനിക്ക് ജിം ബാഗിൽ ആഡ് ചെയ്യാനുള്ള സാധനമാണ് കൈമ കിട്ടുന്ന ബാൻഡ്. അത് എനിക്ക് ഭയങ്കരമായിട്ട് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഡംബിൾസ് എടുക്കുമ്പോൾ അതുപോലെ തന്നെ വെയിറ്റ്സ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കൈയിൻ്റെ അവിടെ നല്ല വേദന എടുക്കും. നമുക്ക് എടുക്കുമ്പോൾ ഇവിടെയൊക്കെ നല്ല ചിലപ്പോൾ തയമ്പൊക്കെ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ബാൻഡ് മേടിക്കുക, അല്ലെങ്കിൽ ഗ്ലൗസ് മേടിക്കുക. ഞാനത് മേടിക്കണം എന്തായാലും. ഇതിൽ ആഡ് ചെയ്യാനുള്ള സാധനമാണ്. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാനുള്ള കാര്യമൊന്നുമില്ല. പിന്നെ പ്രോട്ടീൻ പൗഡർ കാര്യമൊക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്കത് എക്സ്ട്രാ ഇൻടേക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം, അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്? അങ്ങനെ പ്രായപരിധി ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോരുത്തർ ഇപ്പോൾ ട്രെയിനേഴ്സിൻ്റെ കുട്ടികളൊക്കെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ, ചെറിയ ചെറിയ എക്സസൈസും കാരണം ഓരോ ഏജിന് പറ്റിയ എക്സസൈസ്. ഇപ്പോൾ ഭയങ്കര ഏജായ ആൾക്കാർക്ക് കൊണ്ടുപോയിട്ട് ഭയങ്കരമായിട്ട് വെയിറ്റ് എടുപ്പിക്കാനായിട്ട് പറയാം. കാരണം അവരെ ബോണിൻ്റെ ശേഷി കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അവിടെ പോയിട്ട് കിടന്നിട്ട് മരണമാസം കളിക്കരുത്. നമ്മുടെ കപ്പാസിറ്റി നോക്കുക, നമ്മുടെ ഏജ് നോക്കുക, നമ്മുടെ ക്യാപ്പബിൾ നോക്കുക, എന്നിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുക. നമ്മളെ ബോഡിനിട്ട് നമ്മളിങ്ങനെ പട്ടിപ്പണി എടുപ്പിക്കരുത്. നമ്മുടെ ശരീരത്തിന് അറിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? എക്സസൈസും വർക്കൗട്ടും ചെയ്യുക. നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്നത്. അല്ലാതെ ഹെൽത്ത് മോശമാക്കാൻ വേണ്ടിയില്ല. അപ്പോൾ ചെറിയ മക്കളായിക്കോട്ടെ വലിയ കൂടുതലായിട്ട് ചെയ്യാൻ നിൽക്കുന്ന കുറച്ച് ഏജ് എക്സ്പീരിയൻസോട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടി ചെയ്യും. അപ്പോൾ എപ്പോഴും റിസൾട്ട് ഉണ്ടാകും? വലിയ തടിക്കാനും. അപ്പോൾ ആകെ മിക്കൊക്കെ ഡൗട്ടാണ് എത്ര പെട്ടെന്ന് റിസൾട്ട് വരിക. എന്ത് കാര്യവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുഖത്ത് എന്തെങ്കിലും ക്രീം ഇടുകയാണെങ്കിൽ പോട്ടെ, രണ്ടാഴ്ച കണ്ടിന്യൂസ്ലി പോയിട്ട്, അല്ലെങ്കിൽ 2 ആഴ്ച കണ്ടിന്യൂസ് നമ്മൾ യൂസ് ചെയ്യുന്ന സാധനം ആയിക്കോട്ടെ ചെയ്താലാണ് നമുക്ക് റിസൾട്ട് എന്തെങ്കിലും കിട്ടുള്ളൂ. ഓക്കെ, എന്നിട്ടാണ് നമ്മൾ പിന്നെ അതിൽ ബാക്കി നോക്കുക. ഇപ്പോൾ ഈ തടി കുറയാനാണെങ്കിൽ നിങ്ങൾ ജിമ്മിൽ പോയിട്ട് മാത്രം കാര്യമില്ല. ഫുഡിൻ്റെ ഇപ്പോൾ ഞാൻ കണ്ടില്ലേ, ഞാൻ നല്ല വർക്കൗട്ട്, പക്ഷേ ഞാൻ നല്ല ഫുഡ് കഴിക്കും. അപ്പോൾ എൻ്റെ മേലത് പിടിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ തടി കുറയണമെങ്കിൽ ഞാൻ ഫുഡ് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ ഡയറ്റ് ഫോളോ ചെയ്യണം. എന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ റിസൾട്ട്. ഇപ്പോൾ എല്ലാവരും പറയും തടി കുറയാൻ വേണ്ടിയിട്ട് മാത്രം. അങ്ങനത്തെ ഒരു കൺസെപ്റ്റേ ഇല്ലേ. തടി വെക്കാനും നമുക്ക് ജിമ്മിന് പോകാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന എക്സസൈസോട് കൂടി നമ്മൾ നന്നായി ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ നല്ല ഫുഡ് ഇട്ടാൽ. കുറേ ജങ്ക് ഫുഡ് കഴിക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്. എന്താണ് നമ്മുടെ നല്ല ഫുഡ്, പ്രോട്ടീൻ ആയിക്കോട്ടെ, കാർബോ ആയിക്കോട്ടെ, നല്ല ഫാറ്റ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ടീംസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും ഓപ്റ്റ് ചെയ്യാം. വെയിറ്റ് ലോസ് ആണെങ്കിൽ വെയിറ്റ് ലോസ് എടുക്കാം, വെയിറ്റ് ഗെയിൻ ആണെങ്കിൽ വെയിറ്റ് ഗെയിൻ എടുക്കാം. അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചായിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാൾ പോയി പട്ടിപ്പണി എടുപ്പിക്കണേ, അതാക്കുന്നിട്ട് ഫുഡൊന്നും കഴിക്കണില്ല, എന്നിട്ടും
ഒരു റിസൾട്ട് കിട്ടില്ലെങ്കിൽ അത് ഓരോരുത്തരുടെ ശരീരപ്രകൃതി അനുസരിച്ചിരിക്കും. ചിലർക്ക് പെട്ടെന്ന് വണ്ണം വെക്കും, ചിലർക്ക് പെട്ടെന്ന് തടി കുറയും, ചിലർക്ക് പെട്ടെന്ന് എഫക്റ്റ് ചെയ്യും. പിന്നെ അപ്പോൾ ഒക്കെ കുറച്ച് എഫക്റ്റ് ടൈം എടുത്ത് അതിനായിട്ട് ഇൻപുട്ട് ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാം പാടെ എക്സസൈസും ചിലരിപ്പോൾ എനിക്ക് പണ്ടത്തെ ഒരു കൺസെപ്റ്റ് എന്താണെന്ന് അറിയോ, എന്നോട് എന്തിനാ ജിമ്മിന് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും എനിക്ക് കുറേ ഫുഡ് കഴിക്കാനാണ്. ജിമ്മിന് പോകണ്ടല്ലോ, കുറേ ഫുഡ് കഴിക്കാമല്ലോ, ആ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. പിന്നെയൊക്കെ മനസ്സിലായി നല്ല ഫുഡ് കഴിച്ചിട്ട് ജിമ്മിന് പോയി കഴിഞ്ഞാൽ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാം. തടി കുറയണമെന്നൊന്നുമില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ജിമ്മിന് പോവുക, ഫുഡും കഴിക്കാം, ഹെൽത്തി ആയിട്ടിരിക്കാം. ഞങ്ങൾക്ക് കഴിക്കാനുള്ളൂ. സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും കേട്ടോ. ഞാൻ ഷുവർ പറയാണ്, സ്കിന്നിന് നല്ല മാറ്റം ഉണ്ടാവും. നിങ്ങൾ പറയണ പോലെയല്ല വെറുതെ നമ്മൾ സ്കിൻ കെയർ ചെയ്യണത് ഇതൊന്നും പറഞ്ഞിട്ട് അതുപോലെയല്ല. നമ്മൾ എക്സസൈസ് ചെയ്താലും അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ബോഡി നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ സ്വെറ്റ് ചെയ്യും. അപ്പോൾ കുറേയൊക്കെ നമ്മളുടെ ഈ ബാക്ടീരിയാസും അതുപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തോട്ട് പോകും. അപ്പോൾ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഗ്ലോ ഉണ്ടാവും. ജിം ഗ്ലോ എന്നൊക്കെ പറയും. ജിമ്മിൽ പോയാൽ ആൾക്കാർക്ക് നല്ല ഗ്ലോ ഒക്കെ ഉണ്ടാവും. പിന്നെ നോക്കണ്ട, ഞാൻ ഇപ്പോൾ കുറച്ചായിട്ടുള്ള പോയി തുടങ്ങി പോകുമ്പോൾ വെള്ളം കുടിച്ചാൽ തലറിഞ്ഞ് അവിടെ കൊടുക്കും. അത്രേ ഉള്ളൂ. വാട്ടർ ഇൻടേക്ക് മസ്റ്റാണ് കുട്ടി. വെള്ളം നല്ല കുടിക്കണം നമ്മൾ. എന്നാൽ കൂടിയേ നമുക്ക് ആ ഒരു എനർജി ഉണ്ടാവുള്ളൂ. വെള്ളം നല്ല കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ബാലൻസ് കുറവും കാര്യങ്ങളൊക്കെ. കാർഡിയോ കൂടുതൽ ചെയ്ത് പിന്നെ വെയിറ്റ് എടുക്കൽ കുറച്ച് കഴിഞ്ഞാൽ അങ്ങനെ എഫക്റ്റ് ഉണ്ടാവും എന്നൊക്കെ ചോദിക്കും ചിലവർ. ഇപ്പോൾ ഞാൻ ട്രെയിനറോട് നമ്മൾ ചോദിക്കുമ്പോഴായിക്കോട്ടെ അവർ പറയുന്നത് എന്താ വെച്ചാൽ നിങ്ങൾ കാർഡിയോ കുറേ ചെയ്തിട്ട് ഫാറ്റ് ലോസ് വെച്ചാൽ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാവും. ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. കാർഡിയോ വേൻ ചെയ്യുമ്പോൾ നമ്മൾ സൈക്ലിംഗ് കാര്യങ്ങളൊക്കെ വേൻ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഫാറ്റ് ലോസ് ഉണ്ടാവും. പക്ഷെ അതൊരു കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. ആ ഫാറ്റ് ലോസ് ആണ് നമുക്ക് വയ്യായി വന്ന പോലത്തെ ഒരു ഫാറ്റ് ലോസ് ആയിരിക്കും അത്. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ കാർഡിയോയും ചെയ്യുക, കൂടെ ഈ എക്യുപ്മെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്തി ഫാറ്റ് ലോസ് ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാണ് ഏറ്റവും വലിയ കാര്യം. എന്നാലും നമുക്ക് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഒരു ആത്മാർത്ഥത ഉണ്ടാവുള്ളൂ. ആർക്കെങ്കിലും വേണ്ടിയിട്ട് ആരെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും ചെയ്യണം കണ്ടിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ അത് എത്ര കാലം നീണ്ടു നിൽക്കും. നമ്മളുടെ ഉള്ളിൽ ഓക്കെ അവ പറഞ്ഞു വന്നത് നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ പോവുക, നമുക്ക് തോന്നിയിട്ട് നമ്മൾ പോവുക. എന്നാൽ കൂടെ മാത്രമേ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്നുള്ളൊരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ടാർഗറ്റ് വെക്കുക നിങ്ങൾ. ആൻഡ് ഓഫ് കോഴ്സ് എല്ലാവരും പറയുന്ന പോലെ നിങ്ങൾ ജിമ്മിന് പോകുന്നതിന് മുന്നേ ഒരു ഫോട്ടോ എടുക്കുക. ആൻഡ് 2 weeks വേണ്ടി ഒരു ഫോട്ടോ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചേഞ്ച് അറിയാൻ പറ്റും. ചേഞ്ച് നിങ്ങൾ പോയ പാട് എന്തായാലും ചിലപ്പോൾ പോയ 2 ദിവസം വാട്ടർ ലോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ വെയിറ്റ് കുറഞ്ഞാൽ തുള്ളി ചാടുന്നത് വാട്ടർ ലോസ് ആണ്. ഓക്കെ. പിന്നെ നിങ്ങൾ എക്യുപ്മെൻറ്റ്സ് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിനിങ് ഉണ്ടാവും. അപ്പോൾ മസിൽ ഗെയിനിങ് ഉണ്ടാവും. വെയിറ്റിൻ്റെ മസിൽ ഗെയിനിങ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു 63 ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്കൊരു വെയിറ്റ് എന്തായാലും 64-65 ആയി മാറും. അപ്പോൾ ജിമ്മിന് പോയിട്ട് അത് തടിച്ചെന്ന് വിചാരിക്കരുത്. അതെന്താണ്, മസിൽ ഗെയിനാണ്. ഇതൊക്കെ എനിക്ക് തോന്നിയ കാര്യങ്ങളും അതുപോലെ തന്നെ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് ഒക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യണം കേട്ടോ. അല്ലാണ്ട് ഞാൻ വലിയ ജിം എക്സ്പേർട്ട് ട്രെയിനറൊന്നും അല്ല. എനിക്ക് അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്നതാണ് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് മറക്കരുത് ഗൈസ്. ഇനി ഏതാനും കുറച്ച് ആളുകൾക്ക് മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മുടെ ചാനൽ 1K ആവും. ഓക്കെ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്തെങ്കിലും പറയണം. അപ്പോൾ നിങ്ങൾ ജിമ്മിൽ പോകും എന്തായാലും മടിയുള്ളൊരു വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.